സംസ്ഥാനത്ത് നഷ്ടത്തിലോടുന്ന കെഎസ്ആർടിസി ബസ്സുകൾ നിർത്തുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തും. ജനപ്രതിനിധികൾ പരിഭവിക്കരുത് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. AI ക്യാമറ പദ്ധതിയിൽ കെൽട്രോണിന് കൊടുക്കാനുള്ള പണം നൽകും. ഇതിനായി ധനകാര്യമന്ത്രിയുമായി സംസാരിക്കും. അധികം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നും തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിൽ ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിങ്കൾ മുതൽ വ്യാഴം വരെ ഞാൻ ഇവിടെ ഇരുന്നാൽ ഈ വകുപ്പുകളുടെ കാര്യങ്ങളിൽ എനിക്ക് പഠിക്കാൻ തന്നെ ഒരു 2 ആഴ്ച എടുക്കും. പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ നമുക്കത്. പക്ഷെ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലാരെയും സന്ദർശകരെ കാണുന്നില്ല. ജനങ്ങൾക്ക് പ്രാധാന്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവാരാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരന്. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട, അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC/ST കോളനിയുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ, അവരെ വണ്ടിയൊന്നും നിർത്തില്ല. പണം വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണ് പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ.